ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർത്തൊരു സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ധാരാളമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ട് കമൻസ് ചെയ്തവർക്ക്, സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോയാണ്, എല്ലാവരും കാണാൻ നോക്കുക. ഒത്തിരി വലിയ വീഡിയോ ഒന്നും ഇടുന്നില്ല, ഉള്ളതൊന്ന് കണ്ടുപോവുക. ഇഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്തും നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ കൂടെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തുവാ, ഇപ്പോൾ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല, കാരണം പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് കമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. റിൻറ്റുവേ, ഞാൻ മസാല ഇഡലി ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ? കണ്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ കേട്ടോ. പിന്നെ നാളെ, അതായത് ബുധനാഴ്ചത്തെ വീഡിയോയിൽ മിക്കവാറും ആ വീഡിയോ ഇടാനാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അടിപൊളി ഒരു സ്നാക്സ് ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. പിന്നെ ഒരു വട്ടയപ്പം അന്ന് ഉണ്ടാക്കുന്നുണ്ട്. അന്ന് അതൊരു സൺഡേ ദിവസത്തെയാണ്, കാരണം ഇവിടെ വിരുന്നുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊന്നും വേണ്ട, ആഹാരം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നാസ്ത പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്ന് കഴിവതും ഞാൻ ബുധനാഴ്ച അത് ഇടാനാണ് നോക്കുന്ന വീഡിയോ കേട്ടോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് കടലയും ഗ്രീൻ പീസും കൂടെ ഇട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്, ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കുക്കറിലിട്ടിട്ട്, കുക്കറിൽ തന്നെ സവാളയും ഇതെല്ലാം അരിഞ്ഞ് ചേർത്ത്, വെളുത്തുള്ളിയെല്ലാം അരിഞ്ഞ് ചേർത്ത് പൊളിച്ച് ചേർത്തതിന് ശേഷം പൊടികളെല്ലാം ഇട്ട് ഇങ്ങനെ എടുക്കാനായിട്ടാണ്. അപ്പം ഞാൻ ദോശയുടെയൊക്കെ എടുത്തത് ആ പാട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് കറി ലാസ്റ്റ് കടുക് വറക്കുന്നതൊന്നും കാണിക്കാൻ കിട്ടിയില്ല. അന്നേരം ഇനി സവാളയും 2 ടൊമാറ്റോയും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞ് ചേർക്കട്ടെ. വെളുത്തുള്ളിക്കൊക്കെ വിലയായതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞിതിൻ്റെ അകത്തോട്ട് ചേർക്കട്ടെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കടല ഇത്തിരി വലിയ കടലയാണ്, പക്ഷേ ഇവിടെ ചെറിയ കടലയാണ് കിട്ടുന്നത്. അത് കുതുക്കുന്നതിന് മുമ്പിട്ടാണെങ്കിൽ കുഞ്ഞ് ടൈപ്പാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നതിന് അവർ പറയുന്നത് ഈ ഒരു ടൈപ്പേ വരത്തുള്ളൂ, അല്ലാതെ വലിയ ടൈപ്പ് ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ആ വലുത് നമ്മൾ കറി വെക്കുമ്പോഴാണ് കുറേ കൂടെ നല്ലത്. ഈ ചെറുതെന്ന് പറയുന്നത് നമുക്ക് ഈ തോരനായിട്ടൊക്കെ വെക്കാൻ നല്ലതാണ്. അല്ലാതെ മൊത്തത്തിൽ ഇങ്ങനെ ഇടാതെ, അല്ലാതെ സെപ്പറേറ്റ് ഈ സവാളയും ടൊമാറ്റോയും എല്ലാം വഴറ്റിയിട്ട് പൊടികൾ ചേർത്ത് അങ്ങനെ വേവിക്കുന്നതും കുഴപ്പമില്ല, അതും നല്ലതാണ്. ഇത് നമ്മൾ എളുപ്പ പരിപാടിക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് എല്ലാം കൊണ്ടിട്ട് വേണമെങ്കിൽ മസാല, ഇതിപ്പം മില്ലിയിലെ പൊടി ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് ചൂടാക്കും. ഇതിപ്പം ചൂടൊന്നും ആക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്താൽ കുറേയും കൂടെ നല്ല ഇതിപ്പം മില്ലിലായതുകൊണ്ട് അത്ര പച്ച ടേസ്റ്റ് പോലെ വരത്തില്ല, കുഴപ്പമില്ല. അപ്പോൾ പൊടികളൂടെ ചേർത്തിട്ട് ഞാൻ ഒരു 3-4-5 വിസിലടിച്ചു. ആദ്യത്തെ 2 വിസിൽ വന്നതിന് ശേഷം പിന്നെ ചെറിയ തീയിലിട്ട് വേവിക്കും. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ പറയില്ലേ, ദോശയൊന്നും എടുത്താൽ കുറേ പാർട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാനില്ലേ പെട്ടെന്ന് സ്ഥലം ലാഭിക്കാൻ ഡിലീറ്റ് ചെയ്ത സമയത്ത് അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ രാവിലെ ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നു, അതൊന്നെടുത്തൊന്ന് തിളപ്പിക്കണം. അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇത് കാണുമ്പോൾ ഗീത ചൊറയും വിജയേ കാബേജാണോന്ന്. എന്ത് ചെയ്യാനാണ്, ഇവിടെ ഇവർക്കെല്ലാം ഇഷ്ടമുള്ള സാധനം കാബേജ്. പക്ഷേ ഞാൻ കഴിക്കാറില്ല, എനിക്ക് ആ മീനിൻ്റെ ഇച്ചിരി ചാറുണ്ടെങ്കിലും. ഇപ്പം മിക്കവാറും ഞാൻ അങ്ങനെ റൈസ് ഒത്തിരി ഉപയോഗിക്കുന്നേ ഇല്ല. വല്ലപ്പോഴും ചിലപ്പോൾ മിക്കവാറും രാത്രിയില്ലേ ഓട്സ് കൊണ്ടുള്ള പരിപാടിയായിരിക്കും. എനിക്ക് ഈ ഓട്സ് കുറുക്കി കുടിക്കുന്നതിനോട് അത്ര ഇഷ്ടമല്ല. ഈ മുട്ട പൊരിക്കുന്നത് പോലെ അങ്ങനെ ഓട്സ് കഴിക്കും, അല്ലെങ്കിൽ ഓട്സ് പുട്ടുണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ വൈകിട്ട്
ഈ ഗോതമ്പ് പുട്ടുണ്ടാക്കി. എനിക്ക് ഗോതമ്പ് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഗോതമ്പ് പുട്ട് കഴിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ചിലപ്പോൾ ചുരുക്കമായിട്ട് ഇപ്പം അങ്ങനെ റൈസ് കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ ഈ കാബേജ് എന്നരിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകും കീറിയിട്ട് സവാളയും കൂടെ ഒന്നരിഞ്ഞ്. സാധാരണ ഞാൻ സവാളയും തേങ്ങയും വഴറ്റിയിട്ടായിരുന്നു പിന്നെ കാബേജ് ഇടുന്നത്. ഇന്നെന്തോ പറ്റി, എന്തോ മനക്കോട്ടയിൽ ഇതിൻ്റെ അകത്ത് അങ്ങ് അരിഞ്ഞ് ചേർത്തതാണ്. അല്ലെങ്കിൽ ബീൻസിനൊക്കെ ആണെങ്കിൽ, ബീൻസ് പയറുതോരനൊക്കെ ആണെങ്കിൽ സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചേർത്ത് ഞെവിടിയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ ചെയ്തിട്ടില്ല, ചുരുക്കം വല്ലപ്പോഴും ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ, അതും ഇങ്ങനെ അറിയാതെ. പക്ഷേ ഇന്ന് ഇങ്ങനെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തങ്ങ് അരിഞ്ഞ് കാബേജിൻ്റെ അകത്ത് സവാള അരിഞ്ഞ്. കാബേജിനൊക്കെ ഈ തോരനൊക്കെ ഇത്തിരി തേങ്ങ കൂടുതൽ വേണം. സത്യം പറഞ്ഞില്ലേ, നാട്ടിൽ ബെൻസ് പറയുന്നത് നാട്ടിലൊക്കെ കിലോ കണക്കല്ലേ തേങ്ങ, ഇവിടെ കിലോ കണക്കല്ല, ഇങ്ങനെ ഓരോന്നാ 70 രൂപയെന്ന് പറയുന്നത് കിലോ. ഒരിടയ്ക്ക് തേങ്ങ ഉള്ളവർക്കെങ്ങും ഒരു മീൻസ് ഇതിൻ്റെ വിലയില്ലായിരുന്നു. ഇതിപ്പം വില കയറിയേക്കോ തേങ്ങയ്ക്ക് എല്ലാത്തിനും. അപ്പം ഞാൻ തേങ്ങ ഇച്ചിരി കുറവാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കുഞ്ഞാണി 20 രൂപയുടെ ഒരു തേങ്ങ നമുക്കൊരു തോരനൊന്നും ഇല്ല, ഉൾക്കട്ടിയില്ല. അപ്പം ഇത് ഞാൻ ഇന്ന് കൈ കൊണ്ട് ഞെവിടി. പക്ഷേ ഇങ്ങനെ ഞെവിടിയപ്പോഴും മറ്റേതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നിയത്. എന്താ, ഈ കാബേജ് എല്ലാം കൂടെ ഒന്ന് ഞെവിടി അതിനെ ഒരു പരുവാക്കി ആ ഉള്ളിയായിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചതുകൊണ്ട്, ആ ഇഞ്ചിയൊക്കെ അരിഞ്ഞതുകൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പൊന്നും ഇട്ടില്ല, ഇച്ചിരി നന്നായി ഹൈ ഫ്ലെയിമിൽ കുറച്ച് ഇളക്കിയതിന് ശേഷം പിന്നെ ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് വെള്ളം എല്ലാം അങ്ങ് വറ്റി. ഇനി ഞാനങ്ങ് ഇതൊന്ന് ഒതുക്കിയിട്ട് തീ കുറച്ച് അവിടെ നിന്ന് അടച്ചിടും. അപ്പം വെന്ത് കഴിയും. കാബേജ് അരിഞ്ഞ് കിട്ടേണ്ടിയ പാടേ ഉള്ളൂ. തോരൻ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഷിറെന്നും പറഞ്ഞ് തോരനൊക്കെ റെഡിയാവും. അപ്പം കാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അത് ചപ്പാത്തിക്ക് വേണ്ടി. അപ്പോൾ അതിനും ഒരു സവാള എടുത്തുള്ളൂ. ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയിലൊക്കെ ഇത്തിരി സവാള കൂടുതലിട്ട് അത് മുരിഞ്ഞൊരു ലാസ്റ്റ് ഒരു ടേസ്റ്റ് വരുമല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് പ്രൈസമോന് വെണ്ടയ്ക്കകത്ത് അധികം ടൊമാറ്റോ ചേർക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ഞാൻ 2 ചെറുത് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ റേച്ചാൻ ഈ ഷേവിങ് ഒക്കെ ചെയ്യുന്ന സമയത്തെ ഒരു പാട്ട് ആദ്യം പാടും, പിന്നെ അതിനെ ചൊല്ലി വേറൊരു പാട്ട് പാടും. അതുകൊണ്ട് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഷേവിങ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പം ഒരു പാട്ട് തുടങ്ങും, അതിൽ പിന്നെ വേറൊരു പാട്ട് പാടും. ഒരെണ്ണം കണ്ടിന്യൂസ് അല്ല പാടുന്നത്. ഇത് ഞാൻ ഈ എടുത്തതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല. ഇത് കേൾക്കുമ്പോഴേ ഞാൻ പറയുമ്പോഴേ ഇത് കേൾക്കും. എന്നെ ഇനി ഇട്ടേന്. ഇന്നാൾ ഞാൻ ഇതുപോലെ ഇട്ടുണ്ടേ, എൽദോ പറഞ്ഞു, ചേച്ചി എന്താ ഫുള്ള് കേൾപ്പിക്കാഞ്ഞേന്ന്. അത്രേ പാടിയുള്ളായിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും മതി, ഉടനെ റേച്ചാൻ്റെ ഒരു പാട്ടുണ്ടാക്കും. അത് ഈ ക്രിസ്ത്യൻ പാട്ടാണ് പാടുന്നത്, അതിൽ നിന്ന് എവിടെ നിന്നേലും ഒപ്പിച്ചുകൊണ്ട് വരും. മഴയത്ത് കിടന്ന് ഫുട്ബോൾ കളിക്കുക. റേസേ ഇവിടെ നിന്നിട്ടങ്ങ് ഞവയ്ക്കുന്നു പോകാൻ വേണ്ടി. സോപ്പൊക്കെ ഇട്ട് വെച്ചതാ, ഇനി കഴുകിയാൽ മതി.
പിള്ളേർ മഴയത്ത് കളിക്കുന്ന കണ്ടോണ്ട് റീച്ചാൻ പറയുമായിരുന്നു അവരുടെ കൊച്ചിലെ റീച്ചാനും കണ്ടിട്ടങ്ങ് ഭയങ്കരമായിട്ട് റീച്ചാൻ പറ ഒന്ന് പോയി കളിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് കൊച്ചിലത്തെ ഓർമ്മ വരുന്നെന്ന്. പിന്നെ അത് കേട്ടപ്പോഴാണ് പ്രീസമ്മോന് ഒന്നുകൂടെ പോകണമെന്നുള്ള ഇത്. എപ്പോൾ തൊട്ടാ കൊച്ചുങ്ങൾ കിടന്ന് കളിക്കുമെന്നറിയാമോ? അത് അവർക്കൊന്നും മഴ പെയ്താൽ അതിൻ്റെ ഒരു ഇച്ചിരി അംശം പോളിനെന്ന് അടിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം കോൾഡും ഇതുമായിട്ട് കിടപ്പായിരുന്നു. അപ്പോൾ ഇച്ചിരി തൈര് ഉടച്ച് വെച്ചായിരുന്നു ഇത്തിരി മോരുകറിക്ക്. അപ്പോൾ ഇത്തിരി സ്വല്പം ജീരകപ്പൊടി കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ഇടുന്നുണ്ടോ ചിന്തിക്കും. ഒത്തിരി ഇട്ടിട്ടില്ല, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കാണും. ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതില്ലാതെ പോൾമോന് സമാധാനമില്ല. അപ്പോൾ ഈ മോരുകറി വെച്ചാൽ എനിക്കൊരു 3-4 ദിവസത്തേക്കിന് കാണും. പിന്നെ കുഴപ്പമില്ല. കുറച്ച് മോരേ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൂടെ ഒന്ന് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റായ ഞാൻ പറയുന്നത് കുറച്ച് തലകളും എടുത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലകളും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിഞ്ഞ് ഇപ്പോൾ ഈ ചൂരയുടെ പരിഞ്ഞിലുണ്ടല്ലേ, ഞാൻ ചിന്തിച്ച് ഇന്ന് അങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി റൈസ് കഴിച്ചു. ഡാഡി അവിടെ ഫോൺ ചെയ്യുന്ന ആ സൗണ്ടായി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇച്ചിരി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചിയും. ഇത് ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല. ചിലപ്പം പ്രൈസമ്മോൻ ഒരു ഇച്ചിരി കഴിക്കുമെന്ന്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഉരുളയങ്ങനെ ഇങ്ങനെ കഴിക്കുവാണെങ്കിലേ ഉള്ളൂ. ഒത്തിരി അവനും ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ പീര ഇട്ടിളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അവൻ കഴിക്കും. അപ്പോൾ എനിക്കായതുകൊണ്ട് ഞാനൊരു 2-3 പച്ചമുളക്, അത് എരിവുള്ളതല്ല, 2-3 പച്ചമുളക് കൂടെ ഇത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയൊക്കെ ഇതിൻ്റെ അകത്ത് 1-2 സവാളയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാനൊരു സവാളയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് അരിഞ്ഞിട്ടതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഞാൻ വേറൊരു കൂട്ടാനും എടുക്കത്തില്ല, ഇത് മാത്രം മതി എനിക്ക്. അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇതിലിച്ചിരി ഞാൻ കൂടുതൽ ചേർക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കുരുമുളക് പൊടി പൊടിച്ചത് തീർന്നു. അപ്പോൾ ഇത് കൈ കൊണ്ടൊന്ന് നന്നായി അങ്ങ് ഞെവിടിയിട്ട് ഞാൻ ആ ചൂരയുടെ പരിഞ്ഞിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിക്കുക, അതൊന്ന് വേവാൻ വേണ്ടി. എന്നിട്ടത് ഉപ്പും എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ട് അവിടെ കിടന്ന് വേവട്ടെ. ഇതുണ്ടേ പിന്നെ സുഖമാണ്. അപ്പം ഞാനിന്ന് ഫ്രിഡ്ജ് ഒന്ന് തപ്പിയപ്പോഴേ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പച്ചടി, ഞാൻ അന്നാളി വെച്ചില്ലേ ബീട്രൂട്ട് പച്ചടി, എന്തോ ചെയ്യാനാ, അത് ഞാൻ മാത്രം ഞാൻ തന്നെ കൂട്ടും. ഇവിടെ ആണെങ്കിൽ അന്ന് ഡാഡി 2-3 ദിവസം കൂട്ടി. ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. റീച്ചാനും ബീട്രൂട്ട് ആയതുകൊണ്ട് വേണ്ട. പണ്ട് ഡാഡി ഉണ്ടാക്കും ഈ നമ്മുടെ വെള്ളരിക്കയും കൊണ്ടൊക്കെ. പിന്നെ ഞാനിന്നിതെടുത്ത് ദൈവം പോലും ക്ഷമിക്കത്തില്ല, കളഞ്ഞു. കാരണം അത് ഇത്രയും ദിവസം ഇരിക്കുകയും ചെയ്ത് എനിക്കും അത്ര അങ്ങോട്ട് വേണമെന്ന് തോന്നിയില്ല. അതെന്തോ പറ്റിയെന്നോ അത് ഉള്ളിലോട്ടങ്ങ് ആയിപ്പോയി. അപ്പം ഇന്നങ്ങനെ കുനിഞ്ഞ് കിടന്നിങ്ങനെ ചേറിട്ട് നോക്കിയത് കൊണ്ടാണ് കണ്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ കളയത്തില്ലായിരുന്നു, ഇത് തന്നെ കഴിച്ച് ഞാൻ തന്നെ തീർത്തേനായിരുന്നു. ഒരു സാധനം എനിക്ക് കളയുന്നതിനോട് ഒട്ടും മനസ്സില്ല. അബദ്ധവും പറ്റി. ഇതേപോലെയുള്ളൊരു വേറെ ഡബ്ബയ്ക്കകത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ച് അതായിരിക്കുമെന്ന്. പിന്നെ തുറന്നു നോക്കിയപ്പോഴാണ് ഇന്നിപ്പം മനസ്സിലായത് ഇതായിരുന്നെന്നുള്ളത്. നേരത്തെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ തീർത്തേനെ. ഈ വീഡിയോ എന്ന് പറഞ്ഞത് 2 ദിവസത്തിന് മുമ്പിട്ട് ഇവർക്ക് മഴയായതുകൊണ്ട് സ്കൂളിന് അവധിയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആശാന് രാവിലെ ഒരു കോൾഡൊക്കെ ആയിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കിടക്കാതിരിക്കുക. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കയറി കിടക്കാൻ. ആദ്യം കിടക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിടിച്ച് കിടത്തി. അവൻ ഉറങ്ങിയപ്പോഴത്തേന് നമ്മൾ എണീക്കേണ്ടി വന്നു. ഇപ്പം ഒരു 6:30-7 മണിയായി. ഇനി ഉണർത്താൻ പോവാ. ഇന്ന് രാത്രി ഇനി ഞങ്ങളെ ആരും ഉറക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.